what is the role of the government in developing entrepreneurs in Kerala? നമ്മൾ ഒരു പാർട്ടിനെയോ ഒരു ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നതല്ല, ബട്ട് ഓവറോൾ നോക്കുന്ന സമയത്ത് അവരുടെ സഹായ സഹകരണങ്ങൾ വളരെ കുറവാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയട്ടെ, സിമ്പിളായിട്ട് പറയും, MSME എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഗവൺമെൻറ് സെക്ടർ ഉണ്ട്. ബട്ട് ഞാൻ ഇന്ന് ചോദിക്കട്ടെ, എത്ര കച്ചവടക്കാർക്ക് MSME എന്താണെന്നറിയാം? MSMEൻ്റെ ബെനിഫിറ്റ് എന്താണെന്നറിയാം? അതിൽ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ മെച്ചമുണ്ട്, എന്തെങ്കിലും ഗുണങ്ങളുണ്ട് ആർക്കും അറിയില്ല. ഒരു കച്ചവടക്കാരനും അറിയില്ല, അത് അറിയാൻ അവർക്കും സാധിക്കുന്നില്ല. എന്ന് വേണ്ട, ഞാൻ അവിടെ പോയി ചോദിച്ചാൽ, ആ ഉദ്യോഗസ്ഥരോട് പോയി ചോദിച്ചാൽ അവർ അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുമില്ല. സർക്കാരൊക്കെ തോന്നുന്നത് കൊള്ളയടിക്കുന്ന രീതിയിലാണ്. കച്ചവടക്കാരല്ലേ, അവരടുത്ത് ഡൊണേഷൻ വാങ്ങിക്കുക, അവർക്ക് ടാക്സ് ഇട്ട് കൊടുക്കുക എന്നല്ല. അതിൽ നിന്ന് മാറ്റമായിട്ട് അത് സമൂഹത്തിൻ്റെ ഭാഗമാണെന്നും അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണെന്നും അവരെ നന്നായ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചാൽ എന്നും സർക്കാരിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന രീതിയിൽ തിരിച്ചറിഞ്ഞാൽ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ. എത്ര പേർ ഇപ്പോൾ GST ടാക്സ് അടക്കാൻ തുടങ്ങി? കാരണം അവർക്ക് ബിസിനസ് കൂടിയല്ലോ. എത്ര പേര് ഇൻകം ടാക്സ് അടക്കാൻ തുടങ്ങി? എത്ര പേര് TDS അടക്കാൻ തുടങ്ങി? നിങ്ങൾക്കറിയോ, ഈ BNA തുടങ്ങിയത് കൊണ്ട് സർക്കാരിന് ഒരുപാട് നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അത്രയും ആൾക്കാർ, മുൻകാലങ്ങളില്ലാത്ത ആൾക്കാർ ഇന്ന് ടാക്സ് അടക്കാൻ തുടങ്ങി.